സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ ചാപ്റ്റർ 1176 ചെറിയൊരു സമ്മറി ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ബ്രീഫ് സ്പോയിലർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇതിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ചലഞ്ച് വെക്കുന്നുണ്ട്. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു 30 ഡേയ്സ് ചലഞ്ചാണ്. 30 ഡേയ്സ് കൊണ്ട് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൻ്റെ ഫുൾ അനാലിറ്റിക്സ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. തുടക്കത്തിൽ ഓരോ ദിവസവും എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ടെന്നും ഞാൻ അതിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇതിനു മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു 100K സബ്സ്ക്രൈബേഴ്സ് ഉള്ള. ആ ചാനൽ ഒരു ഫ്രീ ഫയർ ഗെയിമിംഗ് ചാനലായിരുന്നു. അത് ഏതാണെന്ന് നിങ്ങളെ കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ഫയർ കളിച്ചവരാണെങ്കിൽ ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റിയേക്കും. ഇപ്പം ചാനൽ എൻ്റെ കയ്യിലില്ല. നമ്മുടെ ഈ 10K ചലഞ്ച് കംപ്ലീറ്റ് ആവുന്ന ആ ദിവസം നമ്മൾ അത് ഏത് ചാനലാണെന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പം ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സമ്മറിയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഉള്ളത് നമ്മുടെ ലൂഫിയുടെ കയ്യിൽ നിന്ന് നല്ലോണം വാങ്ങിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സമ്മേഴ്സ് റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് വളരെ പതുക്കെയാണെന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം നമ്മുടെ 5 എൽഡേഴ്സിൻ്റെ കൂടെയുള്ള ഫൈറ്റിൽ നമ്മുടെ ലൂഫിയുടെ പഞ്ചൊന്നും കൊണ്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ ലൂഫിയുടെ ആ ഒരു പഞ്ച് നമ്മുടെ സമ്മേഴ്സിന് കിട്ടിയപ്പോൾ സമ്മേഴ്സിന് അത്ര പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഇതിന് കാരണം നമ്മുടെ ലൂഫി നമ്മുടെ ഗബാം പറഞ്ഞ ആ ലെവലിലേക്ക് മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യമോ, നമ്മുടെ ലോക്കിനോട് നമ്മുടെ ഇമൂസമക്ക് വളരെ ദേഷ്യം പിടിക്കുകയോ അതിനുശേഷം നമ്മുടെ ഇമൂസമ്മ തൻ്റെ ഹാക്കി യൂസ് ചെയ്യുകയോ ആ ഒരു ഹാക്കി മുഴുവൻ ഐലൻഡ് തന്നെ കവർ ചെയ്തെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലോക്കിയോ ലൂഫിയോ ഈ ഒരു ഹാക്കി നോട്ടീസ് ചെയ്യുകയോ അവർ രണ്ടുപേരും സീരിയസ് ആകുന്നുണ്ടെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഊസോപ്പിനെ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഊസോപ്പ് തന്നെ ഡോറിനോടും ബ്രോഗിനോടും സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ അവർ നമ്മുടെ ഊസോപ്പിനെ അറ്റാക്ക് ചെയ്യാനുണ്ടായത് ഈ ഒരു അറ്റാക്കിൽ നിന്ന് നമ്മുടെ ഊസോപ്പിനെ സേവ് ചെയ്യുന്നത് നമ്മുടെ സോറോ ആണ്. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു നമ്മുടെ ഊസോപ്പ് ഈ ഒരു ആർക്കിലെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുമെന്ന്. പക്ഷെങ്കിൽ ഇപ്പം നമ്മുടെ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഊസോപ്പ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഇപ്പോൾ മറ്റാരെങ്കിലും തന്നെ നമ്മളെ ഊസോപ്പിനെ രക്ഷപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ഡ്രസ് റോസ ആർക്കിന് ശേഷം നമ്മുടെ ഊസോപ്പിനായിക്കോട്ടെ മറ്റുള്ള സ്ട്രോ ഹെഡ്സിനായിക്കോട്ടെ നല്ല രീതിക്കുള്ള ഒരു പുഷ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും അത് ശരിയാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷാങ്സിനെ കുറിച്ചാണ്. അത് ഗബാനാണ് പറയുന്നത്. ഷാങ്സ് തൻ്റെ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയെന്ന്. ആരോടാണ് പറയുന്നത്, പിന്നെ മിഷൻ എന്താണ്, ഇതൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ മിഷൻ നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ ഡിഫീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡും ഷാങ്സും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബിയർഡായിട്ട് നമ്മുടെ ഷാങ്സ് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ബെങ് ബെക്ക്മാൻ ആയിരിക്കും നമ്മുടെ കൂസാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബെൻ ബെക്ക്മാൻ്റെ പവർ എന്താണെന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സമ്മറി പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്പോയിലേഴ്സ് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാലഞ്ചിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബിലെ ഡാഷ്ബോർഡിൻ്റെ അവസ്ഥ. ഇന്ന് Day 1 ആണ്. ഇനി Day 2 നാളത്തെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.